ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എന്നാ പറയണോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കൊക്കെ എന്നെ അറിയാം. അപ്പം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രിപ്റ്റിങ്ങിനെ പറ്റിയാണ് കേട്ടോ. അത് പറയാൻ കാരണം എന്നാന്ന്, ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു കൊച്ചി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി, ജോലിക്ക് വേണ്ടിയിട്ട് എന്ത് അഫർമേഷൻസ് ആണ് പറയേണ്ടതെന്ന്. മക്കളെ, വേറെ ഒന്നുമില്ല, സ്ക്രിപ്റ്റിംഗ് മാത്രമേ ഉള്ളൂ അതിനുള്ളൊരു പരിഹാരം. കാരണം വെച്ചാൽ സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇമാജിനേഷനും നമ്മുടെ ആ ഒരു റൈറ്റിംഗ് സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ലൊരു തിരക്കഥ പോലെ നമ്മുടെ ആ ഒരു സംഭവത്തിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടില്ല, അല്ല സോറി, സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ കാണത്തില്ല, കഥ തിരക്കഥ സംഭാഷണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ എഴുതി കാണിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫിൽ നമുക്കിപ്പോൾ വേണ്ട കാര്യങ്ങൾ, ഇപ്പം ജോലിയാണ് വേണ്ടതെങ്കിൽ ജോലി ലഭിച്ചതായിട്ട് ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. എനിക്ക് ആ ജോലി ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ജോലി ലഭിച്ചതിന് ശേഷം അന്നത്തെ ഒരു ദിവസത്തെ നമ്മുടെ ആ ഒരു ദിവസത്തെ പരിപാടി എന്താണ്, രാവിലെ എഴുന്നേൽക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, അല്ലെ പള്ളിയിൽ പോകുന്നു, എന്താണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണം, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ബുക്കിൽ എഴുതി വെക്കണം. ബുക്കിലോ ഡയറിയിലോ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയണ്ട, കലാത്മകമായിട്ട് നന്നായിട്ട് എഴുതാനൊക്കെ കഴിവുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഏത് രീതി വേണമെങ്കിലും അത് എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? രാവിലെ വന്നിട്ട് നമ്മൾ എവിടം വരെ എത്തി, ബസ്സിൽ പോകുന്നു, ബസ്സിൽ പോയിട്ട് ഓഫീസിൽ കാണുന്നു, ഞാൻ ഓഫീസിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പം സെക്യൂരിറ്റി എനിക്ക് എന്താ പറയുക, ഡോറ് തുറന്നു തരുന്നു. ഞാൻ എൻ്റെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അത് കഴിയുമ്പോഴത്തേന് എന്നെ റിസപ്ഷനിലിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു. അപ്പോൾ അവർ ഇന്ന സ്ഥലം കാണിച്ചു തരുന്നു. ഞാനങ്ങനെ ഇന്നടുത്ത് പോകുന്നു. അപ്പം അവിടെയുള്ളവർ എന്നെ പരിചയപ്പെടുത്തുന്നു, എൻ്റെ ക്യാബിൻ കാണിച്ചു തരുന്നു. അങ്ങനെ ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് നമ്മളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണോ ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അവിടെ പോകുന്നത്, നിങ്ങൾ എങ്ങനെയാണോ അവിടെ പെരുമാറുന്നത്, അതേ രീതിക്ക് അനുസരിച്ചിട്ട് ഇത് നിങ്ങൾ സ്ക്രിപ്റ്റിങ് തയ്യാറാക്കണം കേട്ടോ. അത് ജോലിക്ക്. അതേപോലെ ഇപ്പം കല്യാണം നടക്കുന്ന ഒരാളാണെങ്കിൽ ആ രീതിക്ക് നടക്കണം. അതായത് A to Z എല്ലാം ഇങ്ങനെ നമ്മൾ പോകുന്നു, പെൺകുട്ടിയെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, അങ്ങനെ മനസ്സിലാവുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും നിശ്ചയം കഴിയുന്നു. അതിന് മുന്നോട്ട് നമുക്ക് കല്യാണം കഴിഞ്ഞതായിട്ടും ഹണിമൂണിന് പോകുന്നതായിട്ടും ഒക്കെ നിങ്ങൾക്ക് സങ്കല്പിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. എങ്ങനെ വേണം. ഇനിയിപ്പോൾ കാറ് വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ ആ കാറിൽ എവിടെയെങ്കിലും പോകുന്നതായിട്ടും, നിങ്ങൾ ഫാമിലി ആയിട്ട് പോകുന്നതായിട്ടും, ഇന്ന സ്ഥലത്ത് പോയി, ഇന്നടത്ത് പോയി, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് കാര്യത്തിന് വേണമെങ്കിലും ഈ സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യാം കേട്ടോ. ഈ ജോലിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ കാര്യത്തിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്നും രാവിലെയും വൈകുന്നേരവും ഇത് വായിക്കണം. ഒരു പ്രാവശ്യം എഴുതിയാൽ മതി, പക്ഷെ ഡെയിലി എഴുതുമായിരിക്കുന്നില്ല. ചിലർ പറയും ഒരു പ്രാവശ്യം എഴുതിയിട്ട് പിന്നെ വായിച്ചിരുന്നു. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എഴുതുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ എഴുതി പോകുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ മെമ്മറിയിൽ അത് പെട്ടെന്ന് അത് ഫീഡാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് പെട്ടെന്ന് നമ്മളിലേക്ക് അട്രാക്ട്, അതിന് വേണ്ട സാഹചര്യങ്ങളും പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ സന്ദർഭങ്ങളിലൂടെ ആ കാര്യം നമ്മളിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ആവും. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് എഴുതുക. എഴുതി കഴിഞ്ഞതിന് ശേഷം രാവിലെയും വൈകുന്നേരം ഇത് വായിക്കുക. അതായത് രാവിലെ എഴുന്നേറ്റ ഉടനെ ഇത് വായിച്ചിട്ട് യൂണിവേഴ്സിന് നന്ദി പറയാം, അല്ലെങ്കിൽ ദൈവത്തിന്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് നന്ദി പറയാം. അത് കഴിഞ്ഞ് വൈകുന്നേരം ഇതേപോലെ തന്നെ കിടക്കുന്നതിന് മുമ്പ് ഈ സ്ക്രിപ്റ്റ് എടുത്ത് നിങ്ങൾ വായിക്കുക. വായിച്ചു കഴിഞ്ഞിട്ട് എന്താ പറയണ്ടേ, വായിച്ചു കഴിഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് അങ്ങനെ വെക്കുക. പക്ഷേ എഴുതുവാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് ആണ് കേട്ടോ. ഒരു 7 days അല്ലെങ്കിൽ 11 days നിങ്ങൾ ഇത് എഴുതിക്കൊള്ളുക. ഒരു പ്രാവശ്യം എഴുതിയാൽ മതി, എന്നിട്ട് 2 നേരം വായിക്കണം. ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം കേട്ടോ. എഴുതി കുറേ കഴിയുമ്പോഴത്തേനുണ്ടല്ലോ, ഇതിങ്ങനെ നമ്മൾ ഡെയിലി എഴുതുന്നു വായിക്കുന്നു അങ്ങനെ ആകുമ്പോഴത്തേനും നമ്മുടെ ഇതിൽ മെമ്മറിയിൽ നമ്മൾ ഇത് ഭയങ്കരമായിട്ട് അത് ഫീഡാവും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മെമ്മറി ഫീഡാവും. അത് കഴിഞ്ഞിട്ട് എന്താ പറയണ്ടേ, പിന്നെ അതിന് എന്നാ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 11 days കഴിയുമ്പോൾ അതിനെ ലെറ്റിൽ ഗോ ചെയ്യണം. അതായത് വിട്ടുവിടണം. പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കരുത്. അത് എഴുതി കഴിഞ്ഞത് ഓൾറെഡി നമുക്ക് ലഭിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് എഴുതി കഴിയുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ ചിന്തിക്കും, അയ്യോ ഇത് എഴുതിയ നടക്കുമോ, അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ. അങ്ങനെ ഒരു സംഭവമേ അവിടെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മളിത് ഓൾറെഡി നമുക്ക് ലഭിച്ച് കഴിഞ്ഞതായിട്ട് എഴുതി കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ചിന്ത വരുമ്പോഴത്തേനും നമ്മുടെ ബ്രെയിനും കൺഫ്യൂഷൻ ആയിപ്പോവും. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്താണ് അന്ന് കിട്ടിയെന്ന് പറയണു, അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത് കിട്ടുന്നില്ല, സംശയിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്കൊരു കൺഫ്യൂഷൻ കൊടുക്കാൻ പാടില്ല. അപ്പം ഓൾറെഡി അത് ലഭിച്ചു കഴിഞ്ഞു, ലഭിച്ചതിന് നന്ദി എന്നുള്ള രീതി വേണം മാത്രം നമ്മളത് ചെയ്യാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഇങ്ങനെ ഒരു നടക്കുകയില്ലെന്ന ഒരു 2 ചിന്ത അവിടെ പാടില്ല.
ഒറ്റയ്ക്ക് അത് നടന്നിരിക്കും. ആ ഒരു നല്ല ഉറച്ച ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെയിനായിട്ട് നമുക്ക് വേണ്ടതാണ് വിശ്വാസം. വിശ്വാസം ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ മൈൻഡിൽ നന്നായിട്ട് അത് വിശ്വസിക്കുക, നമുക്കത് കിട്ടിയതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. അത് കഴിഞ്ഞ് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാനേ പാടില്ല. ഈ 11 ഡേയ്സ് ഇതേ പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി എപ്പോഴും വായിച്ച് കഴിയുമ്പോഴത്തേന് അത് നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ അത് ഫീഡായി കഴിയുമ്പോഴത്തേന് പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട കേട്ടോ. 11 ഡേയ്സ് കഴിഞ്ഞ് ലെറ്റിൽ ഗോ ചെയ്ത് നല്ല സുഖമായിട്ട് നിങ്ങളുടെ ഇത് ചെയ്തു. പക്ഷേ അത് ആ ഒരു എന്താ പറയണ്ട, വളരെ വേഗത്തിൽ ആ ഒരു പല വ്യക്തികളിലൂടെ പല സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ലഭിച്ചിരിക്കും. അത് ഒരുപാട് പേര് ഇത് എന്താ പറയണ്ടേ, ഇതിനെപ്പറ്റി ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു നല്ലൊരു മെത്തേഡാണ് കേട്ടോ ഇത്. പിന്നെ അഫർമേഷൻസ് പറയാം വേണമെങ്കിൽ നമുക്ക്. അതിപ്പം നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നമുക്കിത് പറഞ്ഞു കൊടുക്കാം. അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ദൃഢപ്രതിജ്ഞാവാചകങ്ങൾ. ഇതിനെപ്പറ്റി എനിക്ക് ആ ഒരു ഇന്ന കമ്പനിയിൽ ഇന്ന ജോലി കിട്ടിയതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി, അല്ലെങ്കിൽ യൂണിവേഴ്സിന് നന്ദി, അല്ലെങ്കിൽ ദൈവത്തിന് നന്ദി. അങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ പഠിക്കോന്ന് നടന്നു കേട്ടോ. അത് നല്ലൊരു എഫക്റ്റാണ്. അപ്പം ഇങ്ങനത്തെ പുതിയ ചെറിയ ടിപ്പുകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പം നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ.